അപ്പോൾ ഞാൻ വിചാരിച്ചു ഒരു സ്റ്റാർ ഉണ്ടാക്കാമെന്ന്. അപ്പോൾ സ്റ്റാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ 3 റെഡ് പേപ്പറും അതുപോലെ 3 ബ്ലാക്ക് പേപ്പറും എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റെഡ് പേപ്പർ ഞാൻ ഇങ്ങനെ ഇതുപോലെ മടക്കി വെക്കാണ്. ഇത് മടക്കാൻ പാടൊന്നുമില്ല കേട്ടോ. കാണുമ്പോൾ ചിലപ്പോൾ ഇച്ചിരി ടഫായിട്ട് തോന്നും, പക്ഷേ ചെയ്യുമ്പോൾ എളുപ്പമാണ്. നമ്മുടെ സാധാരണ എൻവലപ്പിൻ്റെ ഒക്കെ കവറില്ലേ, ആ കവറിൻ്റെ കണക്കാണ് ഞാനിങ്ങനെ മടക്കണേ കേട്ടോ. അപ്പോൾ അകത്തായിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി വെച്ചിട്ട് അകത്തായിട്ടൊന്ന് കയറ്റി വെച്ച് കൊടുത്താൽ നമ്മുടെ കറക്റ്റ് ആ എൻവലപ്പ് പോലെ ഇതേമാതിരി കിട്ടും. ഇനി നമുക്ക് ഒരു ഗ്ലൂ യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ നടുക്ക് ഭാഷം ഒന്ന് ഒട്ടിച്ച് വെക്കാം. എന്നിട്ട് നമുക്ക് ഇത് കണക്കൊന്ന് മടക്കി വെക്കാം കേട്ടോ. ഇനി അവിടെയും കൂടെ നടുക്കു കൂടെ ഒന്ന് ഒട്ടിച്ച് കൊടുക്കാം. കുറേ നാളായി സംസാരിച്ചിട്ട്, അതുകൊണ്ട് ഇപ്പോൾ സംസാരിക്കാനൊന്നും വയലായിട്ട് ഒരു വാക്കുകളും വന്നില്ല. അങ്ങനെ ഞാൻ എല്ലാം 6 എണ്ണവും ഇങ്ങനെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഒരെണ്ണം മാത്രം ഇച്ചിരി വലുതായി പോയിട്ടോ. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ കറക്റ്റ് അളവിൽ തന്നെ ഉണ്ടാക്കാൻ ശ്രദ്ധിക്കണം കേട്ടോ. ഞാൻ ഉണ്ടാക്കിയ പോലെ പല അളവിൽ ഉണ്ടാക്കുവാണെങ്കിൽ സ്റ്റാർ ഉണ്ടാക്കുമ്പോൾ വലിയ രസമൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ കറക്റ്റ് അളവിൽ നിങ്ങൾ സ്കെയിലൊക്കെ യൂസ് ചെയ്തിട്ട് അളന്നെടുക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ഇതുപോലെ T ഷേപ്പിൽ ഗ്ലൂ തേച്ചിട്ട് നമ്മൾ മേളിലായിട്ട് ഒട്ടിച്ച് വെക്കുകയാണ്. അപ്പോൾ ഓൾട്ടർനേറ്റ് ആയിട്ട് ഒട്ടിച്ച് വെക്കണം കേട്ടോ. ആദ്യം ബ്ലാക്ക്, പിന്നെ റെഡ്, പിന്നെ ബ്ലാക്ക്, പിന്നെ റെഡ്, അങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. എന്നിട്ട് ഇതുപോലെ കോൺ ഷേപ്പിൽ ഞാനൊന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ തുറന്ന് നോക്കിയപ്പോൾ തണ്ടടാ നമ്മുടെ സ്റ്റാർ റെഡിയായി. അപ്പോൾ നിങ്ങൾ കോൺ ഉണ്ടാക്കുമ്പോൾ ഇച്ചിരി കൂടെ കൂർപ്പിച്ച് കോൺ ഉണ്ടാക്കാൻ നോക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ ഞാനൊരു നൂലും വെച്ച് ഒട്ടിച്ച് കൊടുത്തിട്ട് അപ്പോൾ നമ്മുടെ സ്റ്റാർ റെഡിയായി. അപ്പോൾ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ടാറ്റാ, താങ്ക് യു.